പുസ്തകങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിടാം. അവിടെ കഥാപാത്രങ്ങളെയും എഴുത്തുകാരെയും കാണാം. അവരുമായി കൗതുകങ്ങൾ പങ്കുവയ്ക്കാം. കുട്ടികൾക്ക് അത്യപൂർവമായിട്ടുള്ള അനുഭവമാണ് ഷാർജ എക്സ്പോ സെന്റർ സമ്മാനിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ 22 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 122 പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്ന ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി തന്നെയാണ് 16ാമത് ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലും ഉദ്ഘാടനം ചെയ്തത്. ഷെയ്ഖ് ബുദൂർ, അതോടൊപ്പം തന്നെ ഷാർജയുടെ ഉപഭരണാധികാരി തുടങ്ങി നിരവധി പ്രമുഖരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. പുസ്തകങ്ങൾ നിരത്തിവെക്കുന്ന ഒരു മേള മാത്രമല്ല ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ, മറിച്ച് ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾ ഏതാണ്ട് 70 രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന 600ഓളം വർക്ക്ഷോപ്പുകൾ ഇവിടെ നടക്കും. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇവിടെ എത്തുന്നവർ പറയുന്നത് മറ്റുള്ളവരോട് കുട്ടികളുമായി ഷാർജ എക്സ്പോ സെന്ററിൽ വരിക, കുട്ടികളുടെ റീഡിംഗ് ഫെസ്റ്റിവലിൽ അവരെ പുതിയ കഴിവുകളിലേക്കും പുതിയ ആകാശങ്ങളിലേക്കും നയിക്കുക എന്ന്. It's such a great opportunity for families to spend quality time with their kids, with the quick world that we are living in. We need those moments to be created with our kids. മെയ് 4 വരെയാണ് ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക. കുട്ടികളുടെ വായനോത്സവത്തിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അനിമേഷൻ ലോകത്തെ കഥകൾ. അത് 3ാം തവണയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ അനിമേഷൻ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാർജ ഭരണാധികാരി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കാരണം ചരിത്രം നമ്മൾ മറന്നുപോകും, പക്ഷേ ആ ചരിത്രത്തെ അനിമേഷനിലൂടെ, കഥകളിലൂടെ കുട്ടികളുടെ മുന്നിലെത്തിക്കുക, പുതിയ തലമുറയ്ക്ക് മുന്നിലെത്തിക്കുക. അറബി കഥകൾ, അറബ് രാജ്യത്തിന്റെ ചരിത്രം, അറബ് ജനതയുടെ ജീവിതം, അത് കണ്ടറിയാൻ ഇവിടെ എത്തണം. 4 ദിവസമാണ് അനിമേഷൻ കോൺഫറൻസ് ഉള്ളത്. മെയ് 1 മുതൽ 4 വരെ ഏറ്റവും മനോഹരമായി കുട്ടികൾക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് ചരിത്രവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കാവുന്ന കാഴ്ച. വായന പോലെ തന്നെ പ്രിയങ്കരമാണ് രുചിയുള്ള ഭക്ഷണം. എങ്ങനെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ചില കുട്ടികൾക്ക് അതിനുള്ള പ്രത്യേക കഴിവ്, താല്പര്യമുണ്ടാകും. അവരെയും ഈ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ വെറുതെ വിടില്ല. അവർക്ക് ഇവിടെ വരാം. ലോകപ്രശസ്തരായിട്ടുള്ള പാചക വിദഗ്ധർ ഇവിടെ എത്തും. കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കും. അവരെ പാചകം പഠിപ്പിക്കും, പരിശീലിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. We are checking the activities here and buy some books. They are enjoying the time and being here for second time from the last year. Some activities here, playing, drawing. Why you come here? To buy books and play games. Will you come next time also? Yeah. Sure? Yeah. വായനയ്ക്കൊപ്പം ഭാവന കൂടി വളർത്തുന്നതാണ് ഷാർജ റീഡിംഗ് ഫെസ്റ്റിവൽ, ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. അതുകൊണ്ടാണ് ഇതിനൊരു വായനോത്സവം എന്ന് വിശേഷിപ്പിക്കുന്നത്. കുട്ടികളുടെ ഭാവനയുടെ സൗന്ദര്യവും ആഴവും ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാൻ. ഈ ചിത്രങ്ങളിലൊക്കെ അധിനിവേശമുണ്ട്, പലായനമുണ്ട്, യുദ്ധമുണ്ട്. കാണുന്ന കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് കുട്ടികൾ പല കഥകളും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വായനോത്സവത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു മേഖലയാണ് ഇത്. കുട്ടികളുടെ ചിത്രങ്ങൾ, കുട്ടികളുടെ ഭാവന വിരിയുന്ന ഡിജിറ്റൽ വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. കാലം 1887. ലോക സാഹിത്യത്തിൽ ഒരു പുസ്തകത്തിനും ലഭിക്കാത്ത അത്രയ്ക്ക് വലിയ സ്വീകാര്യത പിൽക്കാലത്ത് ലഭിച്ച ഒരു പുസ്തകം പിറന്ന വർഷം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം. അന്ന് ഷെർലക് ഹോംസും സുഹൃത്തായിരുന്ന ഡോക്ടർ വാട്സണും ഉപയോഗിച്ചിരുന്ന മുറി, അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കുറ്റാന്വേഷണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങൾ, അതെല്ലാം അതുപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. 4 നോവലുകളിലും 56 ചെറുകഥകളിലും ഷെർലക് ഹോംസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ വിശദീകരിച്ചിട്ടുള്ള നിഗൂഢത, കുറ്റാന്വേഷണത്തിന്റെ രീതി, അതൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ഈ ഷെർലക് ഹോംസ് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും.
ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ ഇത്തവണ ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്നതും ഷെർലക് ഹോംസ് തിയേറ്ററാണ്. 1887 ലോക സാഹിത്യത്തിലേക്ക് കടന്നുവന്ന് എഴുത്തുകാരനേക്കാൾ വലിയ കഥാപാത്രമായി മാറിയ ഷെർലക് ഹോംസ്, ആ ഷെർലക് ഹോംസും ലണ്ടൻ തെരുവുകളുമൊക്കെ ഇവിടെ നമുക്ക് അതുപോലെ കാണാം. ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന വാഹനം, ഷെർലക് ഹോംസ് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, വാച്ച്, പേന, ഇതെല്ലാം ഇവിടെ അതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷെർലക് ഹോംസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ വാട്സൺ അടക്കമുള്ള കഥാപാത്രങ്ങൾ, അവരെയും നമുക്ക് ഇവിടെ കാണാം. ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് 221B മുറി, ഇവിടെയാണ് ആർതർ കോനൻ ഡോയിലിന്റെ കഥാപാത്രം ഷെർലക് ഹോംസും കൂട്ടുകാരനായിട്ടുള്ള ഡോക്ടർ വാട്സണും കഴിഞ്ഞിരുന്നത്. അതൊക്കെ അതുപോലെ സൃഷ്ടിച്ച് ആ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഷാർജ. It's a fun journey for everyone that loves Sherlock, for everyone who wants to know who Sherlock was, and for the kids as well to give them something new to think about and learn. എല്ലാ മേഖലയിലും കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് ഷാർജയ്ക്ക് അറിയാം. അതാണ് ഈ റീഡിംഗ് ഫെസ്റ്റിവൽ ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കുന്നത്.